ദൈവം തന്നതെല്ലാം ധാരാളം നിനക്ക് അനുഭവിക്കാം. പക്ഷെ പാപവും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുകൊണ്ട്, കഴിക്കേണ്ടതും കഴിക്കരുതാത്തതുകൊണ്ട്, നോക്കേണ്ടതും നോക്കണ്ടാത്തതുകൊണ്ട്, നടക്കേണ്ടുന്ന വഴി നടക്കരുതാത്ത വഴികളുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് ചെയ്യാത്തതിനെല്ലാം പാപമെന്നാണ് പറയുന്നത്. പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന് ശിക്ഷ നിത്യനരകമാണ്. അത് വിധിക്കും. അതാണ് പുത്രനെ വിധിച്ച്, പുത്രനെ ലോകത്തിൻ്റെ പാപമാക്കിയിട്ട്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കിയെന്നാണ് പറഞ്ഞു. ആ ശിക്ഷ കൊടുത്ത് ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി. ആ കയ്പിൻ്റെ മാറയിലേക്ക് ആ വൃക്ഷം വന്ന് വീണതുപോലെ, ആട്ടുകൊറ്റൻ വെളിപ്പെട്ട പോലെ, അതേ കർത്താവ് നിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ജീവനെ തന്ന ഈ കർത്താവ് നീ വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷാവധിയിൽ അതാ പുത്രനെ അനുസരിക്കുന്നവൻ നിത്യജീവനോട്, അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല. അത് ന്യായവിധി. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ന്യായവിധി മാറുകയാണ് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ. ആട്ടുകൊറ്റനെ അബ്രഹാം കാണുമ്പോൾ ഇസ്ഹാക്കിന്റെ കെട്ടുകൾ അഴിയുകയാണ്. ആട്ടുകൊറ്റനെ കാണുമ്പോൾ ഇസ്ഹാക്കിന്റെ കെട്ടുകൾ അഴിയുകയാണ്. യേശുവിനെ കാണുമ്പോൾ ബന്ധനങ്ങൾ അഴിയുകയാണ്. യേശുവിന്റെ സ്നേഹം അറിയുമ്പോൾ പരാജയങ്ങൾ മാറുകയാണ്. യേശുവിന്റെ നിറവ് വരുമ്പോൾ ജീവൻ ചലിക്കുകയാണ്.